നാട്ടടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നെത്തൽ എങ്ങനെയാണ് കറി വെക്കുന്നത് നോക്കാം. അതിന് കുറച്ച് നെത്തൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനെടുത്തത് കുറച്ച് ചെറിയ ഉള്ളി, ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി. ഇനി ഇതിലെന്തെല്ലാം ചേർക്കുന്നു നോക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാനൊരു കുടംപുളി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ചേർക്കുന്നത് മാങ്ങയാണ്. കുറച്ച് മാങ്ങ ഇത് മുറിച്ച് വെച്ചതാണ്. മുറിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇത് ഇട്ട് കൊടുക്കാം. ഇനി പുളി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിത് തിളച്ച് വരട്ടെ. തിളച്ചോ നോക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. നെത്തൽ വേഗം പോകുമല്ലോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. നെത്തൽ നോക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. അത് നനച്ച് കൊടുക്കാം. ഇത് മതി. ഇനി തീ ഓഫാക്കാം. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മെല്ലെ ഇളക്കണോ, കഷ്ണങ്ങളെല്ലാം അടിഞ്ഞു പോകാതെ നോക്കണം നമ്മൾ. ഇതൊന്നും ആയിട്ടില്ല. ഇനി നമുക്ക് ചോറ് തിന്നാം അല്ലേ. അങ്ങനെ ഞാൻ ചോറിലെടുത്ത് വെച്ചിട്ടുണ്ട്. ചോറിന് ഒരു കഷ്ണം കക്കിരിക്കയുണ്ട്, പിന്നെ വൻപയറും പപ്പായ ഇട്ട് വെച്ച ഒരു കറിയുണ്ട്, പിന്നെ വഷളച്ചീര വറവാക്കിയതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീനും എടുക്കാം. കുറച്ച് മീൻ കറിയും എടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ട് ഇതേപോലെ ആക്കിയാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ല നെത്തിലാണെങ്കിൽ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.